ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫാം വില്ലയിലോട്ടാണ് കേട്ടോ. ഞാൻ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വന്നേക്കുന്നത് ഫാം വില്ലയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഒരുപാട് അനിമൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് ദേ ഈ ഒരു ഒട്ടകത്തിനെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. ഇത് മറ്റേ പെസ്റ്റ് ഉണ്ടെന്ന കുതിരാണോ? കണ്ണൂർ പെറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. അപ്പോൾ നമ്മൾ അവരുടെ വീഡിയോസ് എപ്പോഴും കാണാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഈ ഫാം വില്ലേനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ചെന്നതൊരു വീക്ക് ഡേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി സ്റ്റാഫാണ് കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കണ്ടതൊരു നാച്ചുറലായിട്ട് അവിടെ ഉണ്ടായൊരു പോണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് നല്ലൊരു ആംബിയൻസിലൊരു സ്ഥലമാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു കയ്യിലുള്ളിൽ നിർത്തും, കൈ തുറക്കണ്ട. പല്ലില്ല, ഇവര് വായിച്ചൊരു വാക്യം പോലെ അപ്പോഴാണ് ഫീൽ ശരിക്കും കിട്ടുള്ളൂ. വിടണ്ടാ ഇല്ലേ? നല്ല സൗണ്ട് വിടണ്ട ചെയ്യണോ ചെയ്യണോ? ആ ചേട്ടൻ വാങ്ങാ, ചേട്ടൻ്റെ ചോദിക്കും. ആ ചേട്ടനോട് ചോദിക്കും. കയ്യിലെ വിരല് കൈ തീർന്നറിയാൻ പറ്റും. ഇതിന്റെ സ്മെല്ല് സംഭവത്തിന്റെ രണ്ടെണ്ണത്തിന് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിൽ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫീഡ് എടുക്കണ രണ്ടെണ്ണത്തിന് കൊണ്ടുവിടാൻ അത്യാവശ്യം എമൗണ്ട് വരും ഫീഡ് എടുക്കുന്നതിന്. അതിന്റെ അത്യാവശ്യം ഇതേ പേര് തന്നെ ഒരുപാട് മേടിച്ചിടാം. അപ്പൊ ആ ഫിഷ് വന്ന് എടുക്കണ കണ്ടിട്ട് ഈ ഫിഷുകൾ എല്ലാവരും കൂടിയിട്ട് വിത്തിൻ ഒരാഴ്ചക്കുള്ളിൽ പ്രോപ്പറായിട്ട് കുറച്ച് ആൾക്കാർ വന്നിരുന്നു. ഈ ഉറുമ്പ് ലൈനൊക്കെ. അപ്പോൾ ഈ ഫിഷിനെ ഫീഡ് ചെയ്യുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അമ്മൂനും നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോസിൽ നമ്മൾ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ആഗ്രഹം ഇവിടെ സാധിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായി കേട്ടോ. നല്ലൊരു ഫീലാണത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ പിന്നെ കുറച്ച് ആടുണ്ട്. പല ടൈപ്പ് ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അവർക്കൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഇങ്ങനെ നടക്കുക. തന്നെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ചെടികളാ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ടർക്കി ഡുംബാക്കോ എന്ത് ഭംഗിയ സ്ഥലം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആടിനെ തൊടാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അവർ കൊമ്പ് കണ്ടോ, 4 എണ്ണം ഉണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെ കൊമ്പ് തന്നെയാണെന്ന് തോന്നണു. ഇത് കുള്ളനോ അല്ലേ?
കളയല്ലേ. പിന്നുണ്ട് ഒന്നിനെ സ്ട്രെയിൻ ഇട്ട് കൊടുത്താൽ മതി. പേടിച്ചല്ലോ ഞാൻ. ഇങ്ങനെ അടിച്ചു കൊടുക്കും, കുഴപ്പമില്ലല്ലോ. പക്ഷെ എടുക്കണമെന്ന് പേടിയാവും. അപ്പോൾ ഇതിനൊക്കെ ഫീഡ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരോട് പറയുവാണെങ്കിൽ അവർ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ തരും കേട്ടോ. പിന്നെ അതേ ഇവിടെ ഒരു പിഗ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ആദ്യമായിട്ടാണ് പിഗിനെ കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ കുറേ നേരം നമ്മൾ പിഗിനെയൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നു. പിന്നെ ഇതേ ഇവിടെ ഒരു കാളവണ്ടി ഉണ്ട് കേട്ടോ. കാളവണ്ടി നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അതിൽ കയറാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാളവണ്ടി കണ്ടു. പിന്നെ ഇവിടെ എടുത്ത് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര നീറ്റാണ് കേട്ടോ. ഇങ്ങനെ മണമോ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഭയങ്കര നീറ്റായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. പിന്നെ ചെടികൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടേ. Snowball. No. Snowball. 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 Good boy. ഇവിടെ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ ഹോഴ്സിൻ്റെ ഇതും ഇപ്പുറത്തെ ഡോങ്കിയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവരുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കണ്ടോ, നല്ല രസമുണ്ട്. ഒരു യൂറോപ്യൻ മോഡലൊക്കെയാണ് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ പേരും കൺട്രി ഓഫ് ഒറിജിൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വീട് കൊള്ളാം. ഗ്രീസിന്ന് വന്നതുണ്ട്. അതല്ലടി വീടിന്റെ കളർ കണ്ടോ? അങ്ങനെ അപ്പോൾ ഈ വിളിക്കുന്നത് കൊത്താൻ വേണ്ടി അത്ര വിളിക്കുന്നത് ചേച്ചി കേട്ടോ പറഞ്ഞു തന്നത്. വിളിച്ച് കടിച്ചു വിടുന്നാണ്. വിളിച്ചോണ്ട് വന്നിട്ട് നീ കടിക്കുള്ളാലോ. കടിക്കാൻ വിളിക്കാനല്ലേ താറാവ് തൊപ്പി വെച്ചിട്ടുണ്ട്. ക്രസ്റ്റഡ് വെള്ളമൊക്കെ ഉണ്ട് അവർക്ക്. ഇവിടെ വീടുണ്ട്. നല്ല ഗ്രീനറി ആട്ടോ. സൂപ്പർ സ്പേസ്. നമ്മൾ വീക്ക് ഡേ പോയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. വീക്കെൻഡ്സിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ അനിമൽസിനെയും ഇങ്ങനെ ഭയങ്കര ക്ലിയറായിട്ട് കാണാനോ എടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീക്ക് ഡേയ്സിലൊക്കെ ആണെങ്കിൽ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാഫും അവൈലബിൾ ആയിരിക്കും. നമുക്ക് അത്യാവശ്യം കുറേ നേരമൊക്കെ നിന്നിങ്ങനെ കാണാനും അതുപോലെ ഇവരെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ആ നല്ല രസമുണ്ട് കാണാൻ. ഈ കോഴികളൊക്കെ കാണാൻ എന്ത് ക്യൂട്ടാല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കളറും കൂടെ അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല ലൈറ്റ് കളേഴ്സൊക്കെ അടിച്ചിട്ട്. ഹലോ ആമേ. അമ്മയ്ക്ക് സാലഡൊക്കെ ഉണ്ട്.
വീഡിയോ വരെ. അപ്പോൾ അമ്മൂസിനെ ക്യാറ്റിനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ക്യാറ്റിനെ എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുറേ അനിമൽസ് അവിടെ ഉണ്ട്, കുറേ ബേർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇവിടെ ഒരു സ്പൈഡർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വലിപ്പം കണ്ടോ, നല്ല വലിപ്പമുണ്ട് സ്പൈഡറെ. അപ്പോൾ നമുക്കിതിനൊക്കെ വേണമെങ്കിൽ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഇത് മറ്റേ പറക്കോ? ആ ഇങ്ങനെ ചാട്. ആ ഷുഗർ ഉണ്ടോ എൻ്റെ കയ്യിൽ? അമ്മൂസിനും ഷീജറിനൊക്കെ ഈ ആനിമൽസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പക്ഷേ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഇങ്ങനെ കാണാനൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇങ്ങനെ എടുക്കാനും തൊടാനൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം. ബാക്കിൽ അമ്മൂസിനെ കണ്ട് എന്തോ ഒരു സംഭവം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അടുത്തത് പാമ്പിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. കഴുത്തില് പോട്ടിട്ടാ കയറി. കുഴപ്പമില്ലട്ടാ. നീ പേടിയില്ലേടി അമ്മു? ആ ശരിയാണ്ട്. ആ അങ്ങനെ ചെയ്യുന്നില്ല. റബ്ബർ പോലുണ്ടല്ലേ? റബ്ബറും പോലെ ഉണ്ടല്ലേ? റബ്ബർ പോലെ ഉണ്ടല്ലേ? തൊട്ടോട്ടെ. എന്ത് അപ്പൊ ഈ മറ്റേ പൈത്തനൊക്കെ നമ്മൾ ഇതുപോലെ ഇടുന്നില്ലേ? കഴുത്ത് മുറിക്കാൻ ചെയ്യും. പൈത്ത ഒന്നാമത് മുറുക്കൊക്കെ ചെയ്യും. പിന്നെ ചെറിയ ബേബി ആകുമ്പോഴത്തേക്കും നമുക്ക് കയ്യിലെടുത്ത് ടേം ചെയ്ത കാരണം, പിന്നെ ഫീഡെല്ലാം കൊടുക്കുന്ന കാരണം വെയിറ്റ് ഉണ്ടാവും കേട്ടോ. എങ്ങനെയുണ്ട്? വെയിറ്റ് ഉണ്ടോ? ഇതല്ല നമ്മള് വാങ്ങാൻ പോയി. ഹലോ ഇത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് മുള്ളു ഉപയോഗിക്കണത്. അറ്റാക്ക് അവർ അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല. അവരിങ്ങനെ ബോൾ പോലെ ബോൾ ഷേപ്പ് ആവും. അപ്പോൾ കുറച്ച് ഷാർപ്പ് ആവും മാത്രം. എല്ലാവരും കയ്യിലിട്ട് ഇവരെ പേടിയൊക്കെ പോയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ബോൾ ഷേപ്പ് ആവുന്നത്. ഹലോ അപ്പ സംസാരിക്കും. ഹലോ 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 ഹലോ. അപ്പോൾ ഇങ്ങനത്തെ അനിമൽസിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ലൊരു സ്ഥലമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഈ പാമ്പിനെ അങ്ങനെയൊക്കെ എടുക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷേ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ശരിക്കും നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ പറ്റും. അനിമൽസും ബേർഡ്സൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ എടുക്കാനും പറ്റും.
ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു സൗണ്ടുകൾ കേട്ടോ, പല അനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ സൗണ്ട് ഇങ്ങനെ മിക്സായിട്ട് നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ആംബിയൻസ്, നല്ല ആംബിയൻസാണ്. ചെടികളൊക്കെ വെച്ചേക്കുന്നതാണ്. അയ്യോ, ഞാൻ കുറേ പ്രാവശ്യമായല്ലേ അത് പറയുന്നത്, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളി ഫോട്ടോസ് നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചെടികളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ അനിമൽസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ മാക്സിമം വീക്ക് ഡേയ്സിൽ വരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കേട്ടോ, നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായിരിക്കും നല്ലത്. വീക്കെൻഡ്സിൽ തിരക്ക് കൂടുതലായിരിക്കുമല്ലോ. ഈ അനിമൽസിനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. അവരുടെ ആ ഒരു ആക്ഷൻസും അവർ കാണിക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് നല്ല രസമായിട്ട്. ഇങ്ങനെ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ അവരുടെ ഓരോ ആക്ഷൻ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആണോ? നമുക്ക് ഈ കിളികളെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചേച്ചി നമ്മളോട് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാമെന്ന് പറയുവാണ്. എടോ 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 എടോ. പോക്ക് ഫോട്ടോ എടുത്തില്ല. അമ്മക്ക് വീട്ടിൽ നല്ല പൊക്കോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവർ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരുടെ നഖമൊക്കെ കൊണ്ട് നമ്മുടെ കൈയൊക്കെ ചെറിയ സ്ക്രാച്ചൊക്കെ ആവും. പക്ഷെ എന്നാലും നല്ല അടിപൊളി നല്ലൊരു വൈബാട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ നമുക്ക് അവർക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഇവൻ സംസാരിക്കുന്ന പറഞ്ഞു, പക്ഷെ ഇപ്പം അവൻ്റെ മൂഡ് അത്ര ശരിയല്ല. അപ്പോൾ ചേച്ചി സംസാരിപ്പിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. 1.25 പൈസ. അമ്മ തരാ പറ. ഹലോ ഹലോ. എനിക്ക് മൂടില്ലെന്ന് പറയാൻ. ഹലോ പറഞ്ഞു. ഹലോ പറഞ്ഞു. ഹലോ ഇത് വേണാ ചിന്തിച്ച് ഇത് വേണാ. ആശോ വിളിച്ചേ. ആശോ വിളിച്ചു. പിന്നെ രണ്ടാം കൂടി വായിച്ചിടുമല്ലേ? ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട് അതിന്റെ. കുറച്ച് മുടി തരുമോ? നിലത്ത് എഴയണ മുടിയെന്ന് നിലത്ത് കിടന്ന് എഴയണ മുടിയെന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് ആ മുടി. ഇവിടെ നിന്നായിരിക്കും ഓരോന്ന് കൊണ്ടുപോണത്. കുഞ്ഞുങ്ങളും വലുതും. ഫോട്ടോ എടുത്തത് അങ്ങനെ നമ്മൾ ഒരുവിധം എല്ലാം കണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ, ഫുൾ മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് അധികം ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിത് ഇനി ഇറങ്ങാൻ പോവാം. നല്ല അടിപൊളി സ്ഥലമാണ്, വൈബ് സ്ഥലം.
ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് തിരിച്ച്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് നമുക്ക് മറ്റേ പഴയടം നമ്പൂതിരിയുടെ സദ്യ കഴിക്കണം എന്നൊരു ആഗ്രഹം. അങ്ങനെ നമ്മൾ ഗുരുവായൂരുള്ളവരുടെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോയി കേട്ടോ. അപ്പം നമ്മളങ്ങനെ സദ്യയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സദ്യയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയത്ത് നല്ല തിരക്കുമായിരുന്നു. പക്ഷേ സൂപ്പർ സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുല്ലപ്പൂവൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ തലയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.